എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതേപോലെ മുറിച്ചെടുക്കാം. കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി ഇതിനൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നടുവിലായിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. ഒരു ഹോളാക്കി കൊടുക്കാം. ഇതേപോലെ എല്ലാ പീസും ചെയ്തെടുക്കുക. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ പാനിലേക്ക് 50 ഗ്രാം അളവിൽ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് പാനിലേക്ക് ഇതേപോലെ നേരിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ഇതേ രീതിയിൽ ഉരുകി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരയിൽ ഇടുന്നിട്ട് തേങ്ങ നല്ലോണം മിക്സായി വരണം. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 ബ്രെഡ് പൊടിച്ചിട്ട് അതിൻ്റെ ബ്രെഡ് ക്രംസാണ്, അതും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഇതേ രീതിയിൽ നിറച്ച് കൊടുക്കാം. അടുത്തതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ് കുറച്ച് ബാക്കി വന്നപ്പോൾ ഒരു പഴം കൂടി 3ആയി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസും എടുത്തിട്ട് ആദ്യം നമ്മൾ മൈദയുടെ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാം പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുങ്ങി നിൽക്കാനുള്ള എണ്ണയില്ലാച്ചെങ്കിൽ ഇതേപോലെ സ്പൂൺ കൊണ്ട് മുകളിൽ എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ വെച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് പുറത്തുള്ള ബ്രെഡ് ക്രംസ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ബാക്കിയെല്ലാം കൂടി ഇട്ടെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്